ഹൈ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കളർ മാറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തത്. ഇതെൻ്റെ വൈറ്റ് കളർ വണ്ടിയായിരുന്നു, ഞാൻ ബ്ലാക്ക് ആക്കിയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇത് കൊണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ടറിനെ കൊണ്ട് കാണിച്ചു, പേപ്പറൊക്കെ വാങ്ങിച്ചു വെച്ചു, അപ്ലിക്കേഷനൊക്കെ വാങ്ങിച്ചു വെച്ചു. ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പുതിയ RC ബുക്ക് കളർ ചേഞ്ച് ചെയ്ത് വരും. ഇന്ന് നമ്മളിതിൽ സാഡിൽ സ്റ്റേ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനൊരു സാഡിൽ സ്റ്റേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതും OLX മേടിച്ചതാണ്. OLX മേടിച്ചപ്പോൾ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് പൗഡർ കോട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതിലിടുന്ന ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ അപ്പം വീഡിയോയിലേക്ക് വരാം. നമ്മളത് സാഡിൽ സ്റ്റേ ഫിറ്റ് ചെയ്യാനായിട്ട് ഈ സൈഡിലുള്ള ഈ 2 ബോൾട്ട് നമ്മൾ ലൂസ് ചെയ്യണം. ഈ ബോൾട്ടിൽ ലൂസ് ചെയ്യണം. ഇപ്പുറത്തെ സൈഡിലും ഈ ബോൾട്ട് ലൂസ് ചെയ്യണം. നമുക്ക് ആദ്യം ഈ ബോൾട്ട് നമുക്ക് ലൂസ് ചെയ്യാം. നമ്മൾ ഈ ബോൾട്ട് ഊരിയിട്ടുണ്ട്. ഈ ബോൾട്ടെല്ലാം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ സാഡിൽ സ്റ്റേൻ്റെ കൂടെ കിട്ടിയ 2 ബോൾട്ടുണ്ട്. ആ ബോൾട്ടാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഈ സൈലൻസറിൻ്റെ ഇവിടുത്തെ ബോൾട്ട് ഇളക്കാം. ഈ ബോൾട്ടും നമ്മൾ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഈ 2 ബോൾട്ട് ലൂസ് ചെയ്യണം. ഈ സാഡിൽ സ്റ്റേ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇവിടത്തേക്കുള്ള ബോൾട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. 2 വലിയ അലങ്കി ബോൾട്ടാണ്. നമ്മളപ്പം ഇതിൻ്റെ അകത്ത് വയ്ക്കും. കണ്ട, ഈ ഒരു സാധനത്തിൽ ഈ 2 ബോൾട്ടും കയറ്റണം. എന്നിട്ട് ഇതിൽ ടൈറ്റ് ചെയ്യണം. സാഡിൽ സ്റ്റേ ഫിറ്റ് ചെയ്യാനായിട്ട് 2 അലങ്കി ബോൾട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈലൻസറിൻ്റെ അവിടുത്തെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റോക്ക് ബോൾട്ട് തന്നെയാണിത്. ഇതേപോലെ അപ്പുറത്തും നമ്മൾ 2 ബോൾട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബോൾട്ടും കൂടെ ഇടണം. ഇവിടെ നമ്മൾ ബോൾട്ട് ഇട്ട ശേഷം ഇതിൻ്റെ അടിയിലത്തെ പോർഷനിൽ ഒരു വാഷർ, വെള്ള വാഷർ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അതും കൂടി ഇടണം. എന്നിട്ട് ഈ ഹോളിൽ കയറ്റണം. എന്നിട്ട് ബാക്കിലത്തെ നട്ട് ഇടണം. അത് ഞാനിപ്പോൾ പകുതി ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഫുൾ ബാക്കിയെല്ലാം ഒന്നിച്ച് ഇത് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്യാം. കണ്ട, ഇതേപോലത്തെ 2 സാധനം കൂടെ വെക്കാനുണ്ട്. അതാ ഇവിടെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. കണ്ട, ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്യുന്നില്ല. വേറൊരു സാധനം കൂടെ സാഡിൽ സ്റ്റേയിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. ഒരു സ്റ്റേ ആണ്. ആ സ്റ്റേ നമ്മൾ ഇവിടെ കൊടുക്കും. ഇവിടെ ഒരു ബോൾട്ടിലും ഇവിടെ ഒരു ബോൾട്ടിലും നമ്മൾ ഈ സ്റ്റേ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. അതും കൂടെ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ സാഡിൽ സ്റ്റേ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിൽ വരുന്ന ഈ ഒരു പീസും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതും കൂടെ വന്നപ്പോഴാണ് വണ്ടി ഒരു ഹെവി ലുക്കായത്. ഒരു മാസ്, ഒരു ഹെവി, ഒരു മസിൽ വണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മൊത്തത്തിലൊരു സൈസൊക്കെ മാറിയത്. പിന്നെ ലഗേജ് വെക്കാനായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാൻ ഒരു സാധനം കൂടെ ഉണ്ട്. അതാണ് നേരത്തെ കാണിച്ചത്. അത് ഞാൻ വെക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലടുത്തതായിട്ട് ഞാൻ ഇതിലൊരു മഡ്ഗാർഡ് റൈസർ എന്ന് പറഞ്ഞൊരു സാധനം വയ്ക്കുന്നുണ്ട്. ഈ 4 ബോൾട്ട് ഇളക്കിയ ശേഷം ഒരു ചെറിയൊരു മെറ്റലിൻ്റെ ഒരു പീസുണ്ട്. അത് 200 രൂപ. 4 പീസും ഈ ഒരു ബോൾട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഡ്ഗാർഡ് കുറച്ചും കൂടെ ഏകദേശം 1 ഇഞ്ചും കൂടെ പൊങ്ങും, മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് വരും. അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ ചെളിയിലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് അടിയിലിരിക്കത്തില്ല. അപ്പം കുറച്ച് ആ ഒരു ഗ്യാപ്പ് കിട്ടാനാണ് ഞാൻ ആ ഒരു മഡ്ഗാർഡ് റൈസർ ഫിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് 200 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇതിലൊരു 4 ബോൾട്ടും ഉണ്ട്. ആ മഡ്ഗാർഡ് റൈസർ എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഉണ്ട്. ഈ ഒരു മെറ്റൽ പീസാണ് ഞാൻ കാണിച്ചു തരാം. അതാ, ഇതാണ് ആ മെറ്റൽ പീസ്. ഇതേപോലെ 4 ഉണ്ട്. അപ്പോൾ ഇത്രയും സൈസും കൂടെ ആക്ച്വലി മഡ്ഗാർഡിൽ സൈസ് കൂടും. കണ്ട, നമ്മൾ ഈ ബോൾട്ട് ഇളക്കിയിട്ട് ഇവിടെയാണ് വയ്ക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഇവിടെ 4 ബോൾട്ട് ഞാൻ ഊരിയിട്ടുണ്ട്. ഇനി
ഈ മഡ് ഗാർഡ് പൊക്കിയ ശേഷം ഇതിൻ്റെ അടിയിൽ ഈ പീസ് ഞാൻ വയ്ക്കാം, എന്നിട്ട് ബോൾട്ട് ഇടും. കണ്ട ഏകദേശം ഇത്ര ഹൈറ്റും കൂടെ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ 4 സൈഡ് നമ്മളിടും. ഏകദേശം 1 ഇഞ്ച് ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കണ്ട ഇതേപോലത്തെ ഒരു 4 പീസ് വെച്ച് നമ്മൾ ഏകദേശം 1 ഇഞ്ച് അടുപ്പിച്ച് മഡ് ഗാർഡിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്യാപ്പുണ്ട്, മനസ്സിലായില്ലോ. ചെളിയിരുന്നാലും ടയർ പോരേക്കൊന്നുമില്ല, ഒരുപാട് കയറി പോകാൻ ഒരുപാട് ഗ്യാപ്പും ഉണ്ട്. കണ്ട. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവർ ഗുഡ് ബൈ ഫ്രം ചിതു. ടാറ്റാ.